അങ്ങനെ നമ്മുടെ പിറന്നാളുകാരൻ്റെ എത്തി കേട്ടോ. നോലോട്ടൻ രാവിലെ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ടേ. അപ്പം കഴിഞ്ഞ ദിവസം അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ഞങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കില്ല, അവൻ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അവൻ ഇഷ്ടമുള്ള പൂരിയും ചെമ്മീൻ കറിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ചിക്കനോ ബീഫോ ആയിരിക്കും, ഇന്നത് വേണ്ടെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെമ്മീൻ കറി ഉണ്ടാക്കി, ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചൊക്കെ ഉണ്ടാക്കി, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഞാൻ കുക്കറിൽ ഒരു നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തു, ഉള്ളി ചെറുതായിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുക്കറിൽ നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ആദ്യം വറുത്ത് കോരിയെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് വറുത്തു. അത് കോരിയെടുത്തില്ല കേട്ടോ, അത് കുക്കറിൽ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിലോട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ കുക്കറി വെക്കുമ്പോൾ ഒഴിക്കുന്നത്. അങ്ങനെ വെള്ളം ഒഴിച്ചു. പിന്നെ കുറച്ച് 2 കഷ്ണം കറുവപ്പട്ടയും 2 ഏലക്കയും കൂടി ചതച്ച് അതിനകത്തിട്ടു. ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു. ഉപ്പ് ഞാൻ വെള്ളത്തിന് കുറച്ച് മുന്നിട്ട് നിൽക്കും കേട്ടോ. വെള്ളത്തിന് കണക്കായിട്ടുള്ള ഉപ്പ് വരെ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് വെച്ചു കേട്ടോ. അത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അതിനകത്തിട്ട് അരി നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരി അതിനകത്തൊട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. എന്നിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ടു. പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ അതിൻ്റെ പുറത്തോട്ട് തൂവിയിട്ട് നന്നായിട്ട് ഇളക്കി കേട്ടോ. ആവശ്യത്തിനുള്ള നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അത് അടച്ച് വെച്ചു. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മതി കേട്ടോ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കറിക്കുള്ള പണി നോക്കി കേട്ടോ. കറിയിൽ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് വെച്ചു. എപ്പോഴൊന്നും തേങ്ങാപ്പാൽ ചേർക്കാറില്ല, ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ആയിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കറി റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോഴത്തന്നെ നമ്മുടെ വിസിലൊക്കെ അടിച്ച് അതിൻ്റെ എയറൊക്കെ പോയി നല്ല സൂപ്പറായി തുറന്നെടുത്തു കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നെയ്ച്ചോറ്. കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. അരി ഓവർ വെന്തും പോയിട്ടില്ല, എന്നോട്ട് വേകാതെ ഇരുന്നിട്ടില്ല കേട്ടോ. കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു, നല്ല ഫ്ലേവറും ആയിരുന്നു കേട്ടോ നെയ്ച്ചോറിന്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു, ആസ്വദിച്ച് തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് 4 മണിക്കൊരു പായസം വെക്കാമെന്ന് വിചാരിച്ചു. സേമിയ മതി എന്ന് അവർ പറഞ്ഞു കേട്ടോ. ഇൻസ്റ്റൻറ്റ് വേണ്ടാന്ന് എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വറുത്ത സേമിയയുടെ പാക്കറ്റ് വാങ്ങി വെച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിക്കുമായിരുന്നു 23 വർഷങ്ങൾ എത്ര പെട്ടെന്ന് പോയെന്ന്. എല്ലാം ഇന്നലെ കഴിഞ്ഞാൽ തോന്നി.